എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കേട്ടോ. അവാർഡ്സ് ആണ്, സാഹിത്യ പുരസ്കാരങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ലിറ്റററി അവാർഡ്സ്. അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ കോഡ്സ് ഒക്കെ വെച്ചിട്ട് കണക്ഷൻ ഒക്കെ കൊടുത്തിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ആദ്യത്തെ വീഡിയോ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കമന്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം. തീർച്ചയായിട്ടും നോക്കുക കേട്ടോ, പഠിച്ചെടുക്കുക. കാരണം എക്സാമിന് മിക്കവാറും ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. തകഴി സാഹിത്യ പുരസ്കാരം 2024 തകഴി സാഹിത്യ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് MK സാനുവിനാണ് കിട്ടിയിട്ടുള്ളത്. 2023 M മുകുന്ദൻ, 2021 M ലീലാവതി. അപ്പൊ നമ്മൾ ഈ പുരസ്കാരങ്ങൾ പഠിക്കുമ്പോൾ 3 വർഷത്തെ പഠിച്ചു വെക്കാൻ നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ തകഴി സാഹിത്യ പുരസ്കാരം എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. തകഴി എന്ന് പറയുമ്പോൾ തഴുകി എന്ന് ഓർക്കാം. തഴുക എന്നൊക്കെ പറയില്ലേ, തഴുക. അപ്പൊ തഴുകി ചെറുതായിട്ടൊന്ന് തഴുകി എന്ന് ഓർത്തു വെക്കാം. ഓക്കെ, അതായത് സ്മോൾ എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കുക കേട്ടോ. ചെറുതായിട്ട് തഴുകി. സ്മോൾ എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് S എന്ന് പറയുന്നത് സാനു, M എന്ന് പറയുമ്പോൾ മുകുന്ദൻ, L എന്ന് പറയുമ്പോൾ ലീലാവതി. ഓക്കെ, അപ്പോ 2024 കിട്ടിയിട്ടുള്ളത് ആർക്കാണ്? MK സാനുവിനാണ്. 2023 കിട്ടിയിട്ടുള്ളത് ആർക്കാണ്? M മുകുന്ദനാണ്. അതേപോലെ തന്നെ 2021 കിട്ടിയിട്ടുള്ളത് M ലീലാവതി. ഓക്കെ, അപ്പൊ സ്മോൾ ആയിട്ട് ഒന്ന് തഴുകി എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം. എസ് എന്ന് പറയുമ്പോൾ സാനു. ഇനി എസ് ഒക്കെ തമ്മിൽ മാറി പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓർത്തു വെക്കാം. സാനു എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോഴേ സൺ എന്നുള്ള രീതിയിലൊക്കെ ഓർക്കാം അല്ലെ. സണ്ണ്, സണ്ണിനെ തഴുകി എന്നുള്ള രീതിയിലൊക്കെ ഓർത്തു വെക്കാം കേട്ടോ. അപ്പൊ 2024 കിട്ടിയിട്ടുള്ളതാണ് സാനു അല്ലെ, 4 അക്ഷരം സാനു. 2024 സാനു, 2023 M മുകുന്ദൻ, 2021 M ലീലാവതി. ഓക്കെ അല്ലെ. ഇനി 50,000 രൂപയും ഫലകവും അടങ്ങുന്ന ഈ പുരസ്കാരം നൽകുന്നത് തകഴി സ്മാരക ട്രസ്റ്റ് ആണ് കേട്ടോ. അപ്പോ ഇതൊന്ന് അറിഞ്ഞു വെച്ചേക്കുക. തകഴി സാഹിത്യ പുരസ്കാരം 2024 ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? MK സാനു. സ്മോൾ എന്നുള്ളത് ഓർത്തു വെക്കും, സ്മോൾ ആയിട്ട് തഴുകി. ഇനി അടുത്ത പുരസ്കാരം നമുക്ക് നോക്കാം. മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിന്റെ 17ാമത്തെ മലയാറ്റൂർ അവാർഡ് നേടിയിട്ടുള്ളത് ആരാണ്? 17ാമത്തെ കേട്ടോ. 17ാമത്തെ മലയാറ്റൂർ അവാർഡ് കിട്ടിയിട്ടുള്ളത് 2023 സാറ ജോസഫിനാണ് കിട്ടിയിട്ടുള്ളത്. ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? സാറ ജോസഫിനാണ് കിട്ടിയിട്ടുള്ളത്. എസ്തേർ എന്ന് പറഞ്ഞിട്ടുള്ള കൃതിക്കാണ് കിട്ടിയിട്ടുള്ളത് അല്ലെ. ഇനി 2022 കിട്ടിയിട്ടുള്ളത് ബെന്യാമിനാണ്. നിശബ്ദ സഞ്ചാരങ്ങൾക്കാണ് കിട്ടിയിട്ടുള്ളത്. 2021 കിട്ടിയിട്ടുള്ളത് ആർക്കാ? സജിൽ ശ്രീധരനാണ് കിട്ടിയിട്ടുള്ളത്. വാസവദത്തയ്ക്കാണ് കേട്ടോ. കൃതി ഏതാണ്? വാസവദത്ത. അപ്പോ നമ്മുടെ PSCയിൽ നമ്മൾ പലപ്പോഴും ഇമ്പോർട്ടന്റ് അല്ല എന്ന് വിചാരിക്കുന്ന അവാർഡ്സ് കൂടി ചോദിക്കാറുണ്ട്. അപ്പൊ റിസ്ക് എടുക്കരുത്, എല്ലാവരും പഠിച്ചു പോവാ. നമ്മൾ മാക്സിമം അവാർഡ്സ് എല്ലാം കവർ ചെയ്യും കോഡ്സ് വെച്ചിട്ട്. ഓക്കെ, അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ, നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ ഒക്കെ പെയ്ഡ് കോഴ്സും കൂടി ഉണ്ട് കേട്ടോ. കറണ്ട് അഫയേഴ്സ് മാത്രമായിട്ടുള്ള കോഴ്സ് ഉണ്ട്, മലയാളം, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് മലയാളം ഇംഗ്ലീഷ് കൂടിയിട്ടുള്ള കോഴ്സ് ഉണ്ട്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇതിന്റെ ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്, സെക്രട്ടറി ടെസ്റ്റിന്റെ ക്രാഷ് കോഴ്സ് കേട്ടോ. കമന്റിൽ ഞാൻ കൊടുത്തേക്കാം, തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിന്റെ 17ാമത്തെ മലയാറ്റൂർ അവാർഡ് കിട്ടിയിട്ടുള്ളത് ആർക്കാണ്? സാറ ജോസഫിനാണ് കിട്ടിയിട്ടുള്ളത്. 2023 2022 കിട്ടിയിട്ടുള്ളത് ബെന്യാമിനും, 2021 കിട്ടിയിട്ടുള്ളത് സജിൽ ശ്രീധരനുമാണ് കിട്ടിയിട്ടുള്ളത്. ജസ്റ്റ് നമുക്കൊന്ന് ഓർത്ത് വെക്കാം. 17ാമത്തെ അല്ലേ, അപ്പൊ 17 ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മല കയറാൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് ഈ ട്രെക്കിംഗ് ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. മല കയറാനായിട്ടൊക്കെ പോണ സമയത്ത് സാറ് വേണം അല്ലെ. ഇപ്പൊ കോളേജിലോ സ്കൂളിലൊക്കെ സാറ് വേണം എന്നുള്ള രീതിയിൽ ഓർക്കാം. സാറ ജോസഫ്. 17ാമത്തെ കിട്ടിയിട്ടുള്ളത് സാറ ജോസഫ്. 17 ആൾക്കാരെ നോക്കണമെങ്കിൽ സാറ് വേണം എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം, സാറ ജോസഫ് കേട്ടോ. എസ്തേർ എന്ന് പറഞ്ഞിട്ടുള്ള കൃതിക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ഈ മലയൊക്കെ കയറാൻ വേണ്ടി പോണ സമയത്ത് കുറച്ച് ഫ്രീക്കൊക്കെ അടിച്ചിട്ടായിരിക്കില്ലേ പോവാ. അപ്പൊ ബനിയനൊക്കെ ഇട്ടിട്ടാണ് പോണെന്നുള്ള രീതിയിൽ ഓർക്കാം അല്ലെ. ടീഷർട്ട് ബനിയൻ എന്നുള്ള രീതിയിൽ ബെന്യാമിൻ. 2022 കിട്ടിയിട്ടുള്ളത് ബെന്യാമിൻ. ഓക്കെ, അപ്പൊ നമ്മുടെ സാറ് ബനിയനൊക്കെ ഇട്ട് ജിൽജിൽ അടിച്ചിട്ട് മല കയറാൻ വേണ്ടി പോവാണെന്ന് ഓർക്കാം. സജിൽ കേട്ടോ, ജിൽജിൽ ഞാൻ ഉദ്ദേശിച്ചുള്ളത് സജിലാണ്. സജിൽ ശ്രീധരനാണ് 2021 കിട്ടിയിട്ടുള്ളത്. വാസവദത്ത എന്ന കൃതിക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഒന്നും കൂടെ നമുക്ക് നോക്കാം. മല കയറാൻ വേണ്ടി പോകുന്ന സാറ് ബനിയൻ ഇട്ട് ജിൽജിൽ അടിച്ച് പോവാണ്. 17ാമത്തെ കൂടെ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. 17 സ്റ്റുഡൻസിനെയും കൊണ്ട് പോകുന്നത് സാറാണെന്നുള്ള രീതിയിൽ ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ 2023 17ാമത്തെ മലയാറ്റൂർ അവാർഡ് കിട്ടിയിട്ടുള്ളത് ആർക്കാണ്? സാറ ജോസഫിനാണ്. കൃതി എസ്തേർ. 2022 കിട്ടിയിട്ടുള്ളത് ബെന്യാമിനാണ്. നിശബ്ദ സഞ്ചാരങ്ങൾ. 2021 കിട്ടിയിട്ടുള്ളത് സജിൽ ശ്രീധർ. വാസവദത്ത. ഓക്കെ അല്ലേ.
ഓക്കെ, അടുത്ത് നോക്കാം. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ 3ാമത്തെ സാഹിത്യ പുരസ്കാരം നേടിയിട്ടുള്ളത്. ഓക്കെ, ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? 2024 കിട്ടിയിട്ടുള്ളത് MV ജനാർദ്ദനൻ. ഓക്കെ, അപ്പൊ മലയാറ്റൂരിന്റെ തന്നെ 2 പുരസ്കാരങ്ങളുണ്ട്. മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിന്റെ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ ആർക്കാണ് 2023 കിട്ടിയിട്ടുള്ളത്? സാറാ ജോസഫിന് കേട്ടോ. ഓക്കെ, സ്മാരക ട്രസ്റ്റിന്റെ ചോദിക്കുമ്പോൾ സാറാ ജോസഫ്. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ 3ാമത്തെ സാഹിത്യ പുരസ്കാരം 2024 കിട്ടിയിട്ടുള്ളത് MV ജനാർദ്ദനൻ. ഓക്കെ, അപ്പൊ നമ്മൾ പറയില്ലേ, ഒരു ഫൗണ്ടേഷൻ ഒക്കെ ഓക്കെ ആവണമെങ്കിൽ ഇഷ്ടംപോലെ ഒരു സപ്പോർട്ട് വേണം, കുറെ ജനങ്ങൾ വേണം എന്നുള്ള രീതിയിൽ ഓർക്കാം. അപ്പൊ ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിൽ പറയുമ്പോഴാണ് ജനാർദ്ദനൻ കേട്ടോ, ജനാർദ്ദനൻ. ഇനി മലയാറ്റൂർ ഫൗണ്ടേഷന്റെ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഒരു മല കയറാനായിട്ട് ഇഷ്ടംപോലെ ജനങ്ങൾ ഉണ്ടെന്നുള്ള രീതിയിൽ ഓർക്കാം അല്ലെ, ഇഷ്ടംപോലെ ജനങ്ങൾ ഉണ്ടെന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം. 2024 കിട്ടിയിട്ടുള്ളത് MV ജനാർദ്ദനൻ. മറ്റത് 17 പേരുണ്ടെങ്കിൽ നമ്മുടെ സാറാണ് കേട്ടോ, അങ്ങനെ ഓർത്ത് വെക്കാം. 17ാമത്തെയാണ് സാറാ ജോസഫ്. സ്മാരകം S വെച്ചിട്ട് തന്നെ സാറാ ജോസഫ്. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ 3ാമത്തെ സാഹിത്യ പുരസ്കാരം നേടിയിട്ടുള്ളത് ആരാണ്? MV ജനാർദ്ദനൻ. ഓക്കെ, ഫൗണ്ടേഷൻ ഓക്കെ ആവണമെങ്കിൽ കുറെ സപ്പോർട്ട് വേണം, ജനങ്ങൾ വേണം എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം. 2023 ജാ വെച്ചിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്, ജെയിംസിനാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ രണ്ടും ജാ വെച്ചിട്ട് കേട്ടോ. അപ്പോ 2024 MV ജനാർദ്ദനൻ, 2023 VJ ജെയിംസ്, വീണ്ടും ജാ. പിന്നെ ജായ് അല്ല ചായ ആണെന്ന് മാത്രം, എന്നാലും ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുക. 3ഉം ജെ എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോ ചന്ദ്രൻ 3ാമത്തെ ആരാണ്? ചന്ദ്രനാണ്, സുഭാഷ് ചന്ദ്രനാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോ 3ഉം ജ എന്നുള്ള രീതിയിൽ ഒന്ന് പഠിച്ചു വെക്കുക. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ 3ാമത്തെ സാഹിത്യ പുരസ്കാരം നേടിയിട്ടുള്ളത് 2024 കിട്ടിയിട്ടുള്ള ആർക്കാണ്? മല കയറാനായിട്ട് ജനങ്ങള് വേണമെങ്കിൽ ജെംസ് ഒക്കെ കഴിച്ചു പോയിന്ന് ഓർക്കാം അല്ലെ. അപ്പൊ 2024 MV ജനാർദ്ദനൻ, 2023 VJ ജെയിംസ്, 2022 സുഭാഷ് ചന്ദ്രൻ. ഓക്കെ, MV ജനാർദ്ദന്റെ കൃതി പെരുമലയൻ, VJ ജെയിംസിന്റെ കൃതി ആന്റി ക്ലോക്ക്, അതേപോലെ തന്നെ സുഭാഷ് ചന്ദ്രന്റെ കൃതി സമുദ്രശില. അപ്പൊ തമ്മിൽ മാറിപ്പോരുത്. ഓക്കെ, നമുക്കിനി അടുത്തേത് നോക്കാം. അടുത്തത് ചെറുകാട് പുരസ്കാരമാണ്. ചെറുകാട് പുരസ്കാരം 2024 കിട്ടിയിട്ടുള്ളത് ഇന്ദ്രൻസിനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ചെറുകാട് പുരസ്കാരം 2024 കിട്ടിയിട്ടുള്ള ആർക്കാണ്? ഇന്ദ്രൻസിനാണ് കിട്ടിയിട്ടുള്ളത്. 2023 കിട്ടിയിട്ടുള്ളത് വിനോദ് കൃഷ്ണയ്ക്കും, 2022 കിട്ടിയിട്ടുള്ളത് സുരേഷ് ബാബു ശ്രീസ്തയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ചെറിയ കാട്ടിലേക്ക് നമ്മുടെ ഇന്ദ്രൻസ് നടൻ വിനോദത്തിനായിട്ട് പോയി ഓർക്കാം അല്ലെ. ചെറിയ കാട്ടിലേക്ക് ഇന്ദ്രൻസ് നടൻ വിനോദം അല്ലെ, ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു വിനോദത്തിനൊക്കെ വേണ്ടിയിട്ട് പോയി ഓർത്ത് വെക്കാം. 2022 കിട്ടിയിട്ടുള്ളത് സുരേഷ് ബാബുവിനാണ്. സുരേഷ് ബാബു ശ്രീസ്തയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. അതും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോ ചെറിയ കാട്ടിലേക്ക് ഇന്ദ്രൻസ് നടൻ വിനോദത്തിന് പോയി, എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ വേണമെങ്കിൽ പഠിക്കാം. ശ്രീസ്ത അല്ലെങ്കിൽ സുരേഷ് ബാബു കൂടെ ഉണ്ടെന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ചെറുകാട് നമ്മൾ ഡിസ്കസ് ചെയ്തു. 2024 ഇന്ദ്രൻസ്, 2023 വിനോദ് കൃഷ്ണ, 2022 സുരേഷ് ബാബു ശ്രീസ്തയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. അടുത്ത് നോക്കാം, കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരമാണ് കേട്ടോ. കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം 2024 കിട്ടിയിട്ടുള്ളത് റഫീഖ് അഹമ്മദിനാണ് കിട്ടിയിട്ടുള്ളത്. 2023 ആർക്കാ കിട്ടിയിട്ടുള്ളത്? പ്രഭാവർമ്മയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. 2024 കിട്ടിയിട്ടുള്ളത് റഫീഖ് അഹമ്മദിനാണ്, 2023 കിട്ടിയിട്ടുള്ളത് പ്രഭാവർമ്മ. കടമ്മനിട്ട എന്ന് പറയുമ്പോൾ നമുക്ക് കടമായിട്ടൊന്ന് കണക്ട് ചെയ്യാം അല്ലെ. കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ വളരെ റഫായിട്ട് പെരുമാറും നോക്കാം അല്ലെ. വളരെ റഫായിട്ട് പെരുമാറും. കടം വാങ്ങിച്ച് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ നല്ല റഫായിട്ട് പെരുമാറും എന്നുള്ള രീതിയിൽ റഫീഖ് അഹമ്മദ് ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, എത്ര പ്രഭയുള്ള ആൾക്കാരാണെങ്കിലും കടം വാങ്ങിച്ച് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ റഫ് ആവും ഓർക്കാം അല്ലെ. അപ്പൊ 2024 റഫീഖ് അഹമ്മദ് ആണ്, 2023 പ്രഭാവർമ്മ. ഓക്കെ, ഇനി തമ്മിൽ മാറി പോകുന്നുണ്ടെങ്കിൽ, വർഷം തമ്മിൽ മാറി പോകുന്നുണ്ടെങ്കിൽ, കടം വാങ്ങിച്ച് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ 4 സൈഡിൽ നിന്നും ചിലപ്പോൾ റഫായിട്ട് ആൾക്കാർ പെരുമാറും അല്ലെ. നമുക്ക് 4 സൈഡല്ലേ ഉള്ളത്. അപ്പൊ അതേപോലെ 4 സൈഡിൽ നിന്നും റഫായിട്ട് പെരുമാറും എന്ന് ഓർത്ത് വെക്കാം. അപ്പൊ 2024 റഫീഖ് അഹമ്മദ്, 2023 പ്രഭാവർമ്മ കേട്ടോ. ഒന്ന് പഠിച്ചു വെച്ചേക്കുക, ഇമ്പോർട്ടന്റ് ആണ്. വർഷം കൂടെ ആയിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ചെറുകാട് 2024 കിട്ടിയിട്ടുള്ളത് ഇന്ദ്രൻസിന്, 2023 ഇന്ദ്രൻസ് വിനോദത്തിനായിട്ട് പോയി. ഓക്കെ, എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ ഓർത്ത് വെക്കാം. അപ്പൊ സുരേഷ് ബാബു ശ്രീസ്ത. ഓക്കെ, പിന്നെ നമ്മൾ എന്താ പറഞ്ഞ, മലയാറ്റൂർ ഫൗണ്ടേഷന്റെ 2 പുരസ്കാരങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലെ. മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിന്റെ കാര്യവും പറഞ്ഞു, അതേപോലെ തന്നെ മലയാറ്റൂർ ഫൗണ്ടേഷന്റെ കാര്യവും പറഞ്ഞു. മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിന്റെ 17ാമത്തെ കിട്ടിയിട്ടുള്ളത് സാറാ ജോസഫ് 2023. പിന്നെ സാറ് ബെനിയനിട്ട് ജിൽ അടിച്ചു പോയി എന്ന് പറഞ്ഞു. അപ്പൊ സാറാ ജോസഫ്, ബെന്യാമിൻ, സജിൽ ശ്രീധർ എന്ന് പറഞ്ഞു അല്ലെ. പിന്നെ മലയാറ്റൂർ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇഷ്ടംപോലെ ജനങ്ങളുണ്ട്. എല്ലാം ജാ വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പോ MV ജനാർദ്ദനൻ, പിന്നെ VJ ജെയിംസും, പിന്നെ ചന്ദ്രനാണ് കേട്ടോ. ജാ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ജായല്ല ചായയാണ് സുഭാഷ് ചന്ദ്രൻ.
ഓക്കെ, പിന്നെ നമ്മൾ ഏതാ ഡിസ്കസ് ചെയ്തേ? പിന്നെ നമ്മൾ പറഞ്ഞു തകഴി സാഹിത്യ പുരസ്കാരം പറഞ്ഞു. ചെറുതായിട്ടൊന്ന് തഴുകിന്ന് ഓർക്കാം അല്ലെ. അപ്പൊ സ്മോൾ എന്നുള്ള രീതിയിൽ SML, സാനു, മുകുന്ദൻ, ലീലാവതി. ഓക്കെ, തഴുകിയപ്പോ സണ്ണിനെയാണെന്നുള്ള രീതിയിൽ MK സാനു വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. 2024 MK സാനു, 2023 M മുകുന്ദൻ, 2021 M ലീലാവതി. ഓക്കെ, ഓക്കെ. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ക്രാഷ് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫയേഴ്സ് കൂടിയിട്ട് 999 റുപ്പീസ് ആണ് നമ്മുടെ ക്രാഷ് കോഴ്സിന്റെ പ്രൈസ് എന്ന് പറയുന്നത് കേട്ടോ. സെക്രട്ടറി ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള കോഴ്സുകളാണ്. ഇംഗ്ലീഷ് മാത്രമായിട്ടുള്ള കോഴ്സ് ഉണ്ട്. ഇംഗ്ലീഷ് മാത്രമായിട്ടുള്ള കോഴ്സിന്റെ പ്രൈസ് 399. അതേപോലെ തന്നെ മലയാളത്തിന് ഉള്ള കോഴ്സ് ഉണ്ട്, കറണ്ട് അഫയേഴ്സിനുള്ള കോഴ്സ് ഉണ്ട്. അപ്പൊ ഇതിനൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വെബ്സൈറ്റ് നോക്കുക. ഞാൻ അതിന്റെ കമന്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം കേട്ടോ. Thank you so much for supporting. Have a nice day. Thank you all.